മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അങ്ങനെ കണ്ണനും അനന്തവും മഹിയും ലേഖയും എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, എന്നാലും എന്തിനായിരിക്കും അവരെ അങ്ങനെ ഉപദ്രവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് മഹി. അപ്പോൾ അവർ കണ്ണനും എല്ലാം പറയുന്നുണ്ട്, മിക്കവാറും നമുക്ക് വേണ്ടി നമ്മളെ കൊല്ലാൻ വേണ്ടി വല്ല കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അയാൾ അവരെ ഉപദ്രവിച്ചത്. നമ്മുടെ രക്ഷകനായിട്ട് വന്ന ആളായിരിക്കും ചിലപ്പോൾ അത് അവരെ ആയിരിക്കും ഏൽപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പറയുന്നുണ്ട്, ശരിയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും, അല്ലെങ്കിൽ കൊട്ടേഷൻ ഏൽപ്പിച്ച ആൾക്കാരെ തന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതേസമയം മഹിയുടെ ഫോണിലോട്ട് മാർക്കോ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോ, നിങ്ങളെ കൊല്ലാൻ ഏൽപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മഹിക്ക് വളരെ സന്തോഷമാവുന്നു. മഹി പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് കാണണമെന്നൊക്കെ പറയുന്നു. അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല, സമയമാകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും. എന്താണെങ്കിലും ഇതൊരു കേസാക്കി പുറത്ത് കൊണ്ടുവരരുത്, എനിക്ക് ജയിലിൽ കിടക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാനിത് കേസാക്കരുതെന്ന് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് മഹിയോട്. അപ്പോൾ മഹി പറയും, കേസാക്കിയാലേ തന്നെ എനിക്കൊന്ന് കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അതൊന്നും സാരമില്ല, ഞാനൊരു ദിവസം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും, എന്താണെങ്കിലും നിങ്ങൾക്ക് ഇനി ഒന്നും സംഭവിക്കില്ല, നിങ്ങളുടെ പിറകെ ഞാനൊരു നിഴലായിട്ട് തന്നെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മഹി കണ്ണനോട് പറയുകയാണ്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും വളരെ സന്തോഷിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ. പിന്നീട് കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ രണ്ടാനച്ഛനെ ഒന്ന് നേരിട്ട് കാണണം, കാരണം ഞാൻ എന്നും വീൽ ചെയറിലിരിക്കുമ്പോൾ അയാൾക്ക് പല രീതിക്കും എന്നെ കളിയാക്കൽ കുറച്ച് കൂടുതലായിരുന്നു, അയാളൊന്ന് വീൽ ചെയറിലിരിക്കുന്ന എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് മഹിയെയും കൂട്ടി കണ്ണൻ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജായി പോകുന്ന പ്രതാപനെ കാണുകയാണ്. അങ്ങനെ പ്രതാപനോട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോൾ വീൽ ചെയറിലെ ജീവിതം, താൻ എപ്പോഴും പറയില്ലായിരുന്നു ഞെരുങ്ങിയും ഉന്തിയും എല്ലാം വരുന്ന എന്നെക്കുറിച്ച് എപ്പോഴും താനിങ്ങനെ കളിയാക്കില്ലായിരുന്നു, ഇപ്പം എങ്ങനെയുണ്ട്, തനിക്ക് എങ്ങനെയുണ്ട് വീൽ ചെയറിലെ ജീവിതം എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ പ്രതാപൻ പറയും, നീ എന്നെ ഇന്ന് കളിയാക്കാൻ വേണ്ടിയാണോടോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ പറയും, കളിയാക്കുകയല്ല, ഞാൻ ജീവിക്കുന്ന ജീവിതം എന്താണെന്ന് തന്നെ മനസ്സിലാക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നെല്ലാം പറയുന്നുണ്ട് കണ്ണൻ. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു, നിങ്ങൾക്ക് എല്ലാം ഉണ്ടെന്നുള്ള ഒരു അഹങ്കാരമുണ്ടായിരുന്നു, അതെപ്പോഴും നിങ്ങൾ മഹിയോടും കാണിക്കുമായിരുന്നു, നിങ്ങളുടെ മോളും അങ്ങനെ തന്നെയാണ്, എന്ത് കാര്യത്തിനും എനിക്ക് എൻ്റെ അച്ഛൻ കൂടെയുണ്ടെന്നും എൻ്റെ അച്ഛനാണ് എൻ്റെ ബലമെന്നുമുള്ള ഒരു സംസാരം എപ്പോഴും മഹിയുടെ മുന്നിലുണ്ടായിരുന്നു നിങ്ങളുടെ മോൾക്ക്. ഇപ്പോൾ ഇങ്ങനെയുണ്ട്, ഇപ്പം മോളുടെ അഹങ്കാരവും കുറഞ്ഞു, അച്ഛൻ്റെ അഹങ്കാരവും കുറഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കളിയാക്കുന്നുണ്ട് കണ്ണൻ. പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രതാപന് വളരെയേറെ ദേഷ്യം വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നു, എന്തിനാണ് ഈ വീൽ ചെയറിലിരിക്കുന്ന എൻ്റെ മോനെ വെറുതെ ഇങ്ങനെ നീ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം പറയും, ഞാൻ ഇതുപോലെ ദുഷ്ടത്തിയായ ഒരു അമ്മയെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല, എന്താണോ നിങ്ങളിങ്ങനെയാണോ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, മക്കളെയും പേരക്കുട്ടികളെയും നേർവഴിക്ക് നടത്തുന്ന അവരുടെ അമ്മമാരാണ്, നിങ്ങളതിൻ്റെ നേരെ എതിരായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നതെല്ലാം, ഇനിയുള്ള ശിക്ഷകളെല്ലാം നിങ്ങൾക്കായിരിക്കും അടുത്ത് കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് കണ്ണൻ. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ആകെ വായടച്ച പോലെ ആകുകയാണ്. അങ്ങനെ അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും പ്രതാപൻ വീട്ടിലോട്ടെല്ലാം പോവുകയാണ്. അഹങ്കാരം കാണിച്ച കരുണയ്ക്കും പ്രതാപനുമെല്ലാം വൻ തിരിച്ചടിയാണ് കിട്ടുന്നത്. നല്ല ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.